ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG14 വിമലയുടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് നമ്മൾ ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് എ കേജ് ഓഫ് ക്രൂവൽ സബ്ജുഗേഷൻ ആൻഡ് ഇൻകൺസിഡറേറ്റ് ഒപ്രഷൻ അല്ലേ. നമ്മളൊരു വുമനെ കൺസിഡർ ചെയ്യുമ്പോൾ വുമൺ ഇപ്പോൾ ഇവൻ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു വുമൺ ആണെങ്കിൽ പോലും ഹൗസ് ഹോൾഡ് വർക്ക്സ് എന്താണ് അവർ ചെയ്തിരിക്കണം അല്ലേ. സോ ഈ ഒരു കിച്ചണിലൂടെ അവരുടേതായിട്ടുള്ള ഇൻകൺസിഡറേറ്റ് ആയിട്ടുള്ള ഒപ്രഷൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എന്താണ് ഒരു ഡോമിനേഷൻ അല്ലേ, മറ്റൊരു കൈൻഡ് ഓഫ് സൊസൈറ്റി അവരുടെ മേലിൽ ഉണ്ടാകുന്ന ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ അവർക്ക് വേണ്ട റൈറ്റ്, അതേപോലെ അവർക്ക് വേണ്ട ഫ്രീഡം ഇതൊന്നും കിട്ടാൻ പറ്റാതെ അവരൊരു കേജിലാക്കുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു പോയം എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ദിസ് കിച്ചൺ ഹൗ വണ്ടർഫുൾ വാഫ്റ്റിംഗ് അരോമസ് ഹൗ ഇറ്റ് മേക്സ് മൗത്ത് വാട്ടർ ലൈക്ക് ആൻ ഓപ്പൺ ഷോപ്പ് ഓഫ് സ്വീറ്റ്സ്. സോ എന്ത് വണ്ടർഫുള്ളാണ് ഈ ഒരു അടുക്കള എന്ന് പറയുന്നത്. വാഫ്റ്റിംഗ് അരോമസ് എന്ന് പറയുമ്പോൾ സ്മെല്ലാണ് അല്ലേ, സുഗന്ധം എന്താണ് വാഫ്റ്റ് ചെയ്യുന്നുണ്ട്, പരത്തുന്നുണ്ട്. ഹൗ ഇറ്റ് മേക്സ് മൗത്ത്സ് വാട്ടർ അല്ലേ, നമ്മൾ പറയല്ലോ ഒരുപാട് ഡിഷസ് ഉണ്ടാകുന്ന കിച്ചണിലാണ്. അപ്പോൾ എന്താണ് വായിൽ നിന്നൊക്കെ എന്താ കപ്പലോടുന്നു അല്ലേ, വായിലൊക്കെ എന്താണ് വെള്ളം ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ആൻ ഓപ്പൺ ഷോപ്പ് ഓഫ് സ്വീറ്റ്സ്, ഒരു തുറന്ന പലഹാരക്കട പോലെയാണെന്നുള്ള രീതിയിലാണ് കിച്ചണിനെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് വുമനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ആൻഡ് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഈ കത്തിക്കുന്നതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ല് ഉണ്ടാവില്ലേ അത്, അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഈ ഒരു നോയ്സ് ഓഫ് ചേർണിങ് ബട്ടർ ഓഫ് വെസൽസ് ബീങ് സ്ക്രബ്ഡ് അല്ലേ, ഈ ശബ്ദം ഈ വെണ്ണ ചുരുണ്ടുന്ന ശബ്ദം അല്ലെങ്കിൽ പാത്രങ്ങൾ ഉരയ്ക്കുന്ന സൗണ്ട്, ഇതൊക്കെ കേട്ടിട്ടാണ് രാവിലെ എണീക്കുന്ന രീതിയിലാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ വിറകടുപ്പാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, ഇപ്പോഴത്തെ പോലെയല്ലല്ലോ. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ചാണകം മെഴുകും, ചാണകം വെച്ച് തേച്ചിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ പാചകം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കേട്ടോ. സോ ആ ഒരു കാര്യമാണ് ആ സ്റ്റാൻസയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് നമ്മുടെ വിമൻ്റെ ഒരു ലൈഫ് തന്നെയാണ് അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. എന്താണ് ഞങ്ങൾ സ്വയം എന്താണ് പലഹാരങ്ങൾ വാങ്ങുന്നു അല്ലേ, ആൻഡ് പ്ലേഡ് ഹൗസ് പ്ലേയിങ് അറ്റ് ബീയിങ് കുക്സ് അല്ലേ. എന്താണ് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, നമ്മൾ അമ്മമാരെ പോലെ ബിഹേവ് ചെയ്തിട്ടൊക്കെ ഇനാക്ട് ചെയ്തിട്ടൊക്കെ കളിക്കാറുണ്ട് അല്ലേ. സോ പാചകക്കാരനായിട്ട് കളിച്ചിട്ടുണ്ട് വിത്ത് ജാഗരി ആൻഡ് ലെൻറ്റിൽസ് അല്ലേ, ശർക്കരയും അതേപോലെ നമ്മളെ ജാഗരി വെച്ചിട്ടൊക്കെ. അതേപോലെ ഒരു കൈൻഡ് ഓഫ് മായാലോകമായിരുന്നു. ഇറ്റ് വാസ് എ മാജിക്കൽ വേൾഡ്. ദി കിച്ചൺ സ്നേർഡ് മൈ ചൈൽഡ്ഹുഡ് റിമെയിൻഡ് എ സ്മെൽ എ പാഷൻ അല്ലേ. സോ അടുക്കള എന്ന് പറയുന്നത് എൻ്റെ ബാല്യത്തിൽ ഒരു ലൈക്ക് എന്താണ് ഒരു കിണിയിലാക്കി, ഒരു മന്ത്രമായി, ഒരു കൈൻഡ് ഓഫ് എന്താണ് ഒരു പാഷനാക്കി മാറ്റിയില്ലേ. നമ്മൾ ഈ ശ്രദ്ധിക്കാറുണ്ട് ഈ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ ഈ കിച്ചൺ സെറ്റാണ് വാങ്ങിക്കൊടുക്കാറുള്ളത് അല്ലേ. സോ ഇതിലൂടെ നമ്മൾ എന്താണ് പ്രൂവൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ പണ്ട് മുതലേ പെൺകുട്ടികളെ ഒരു കുക്കിംഗ് ജീനുള്ള പോലെയാണ് നമ്മൾ അവരെ വളർത്താറുള്ളത് അല്ലേ. നമ്മൾ ആൺകുട്ടികൾക്ക് ആരെങ്കിലും കിച്ചൺ സെറ്റ് കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പെൺകുട്ടികൾ ഓൾറെഡി ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങളെന്താണ് വലുതാവുമ്പോൾ നിങ്ങൾ കിച്ചണാണ് നിങ്ങളുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കിച്ചണിൻ്റെ 4 ചുമരുകൾക്കുള്ളിലാണെന്ന രീതിയിലാണ് വളർത്തുകയാണ്. സോ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവരങ്ങനെ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് വിപ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഷാഡോസ് ലിഫ്റ്റ് ഇറ്റ് ഇസ് നോ ലോങ്ങർ എ പ്ലേ ഗ്രൗണ്ട്. സോ ബാല്യകാല ആ ഷാഡോസ് എന്താണ് ഉയർത്തി, ഇത് ഇനി ഒരു കളിസ്ഥലമല്ല അല്ലേ. സോ പണ്ട് ഇതെന്താ ഒരു കളിക്കാൻ പറ്റുന്നൊരു ലൈക്ക് കൈൻഡ് ഓഫ് സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ മേലിൽ അടിച്ചമർത്തുകയാണ് അല്ലേ, നമുക്ക് മാത്രമായിട്ട് അതെന്താണ് മാറുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് ഒന്നുകൂടി നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഒരു വുമനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എന്താണ് ചൈൽഡ്ഹുഡുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. ബിക്കോസ് ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ കിച്ചൺ സെറ്റാണ് വേഗം വാങ്ങി കൊടുക്കുക അല്ലേ. ആൻഡ് നമ്മുടെ ഈ ഗ്രാൻഡ് മദർ ഓൾ ദ മദേഴ്സ് ഇൻ ദ ഹൗസ് ദേ സേ ലേൺ ദർ മദർഹുഡ് ഹിയർ. സോ എല്ലാ അമ്മമാരും പറയുന്നുണ്ട് അവരുടെ മദർഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് എവിടെ നിന്നാണ്, ഈ കിച്ചണിൽ നിന്നാണ് അവരെല്ലാം പഠിച്ചത്. സോ ദേ ടോച്ച് മീ കിച്ചൺനെസ് ഹിയർ മൈ ഷേപ്പിംഗ് സ്റ്റാർട്ടഡ് ഹിയർ.
സോ എന്താണ് അവിടെ ഒരു ഫ്യൂച്ചർ, ഒരു കിച്ചൺനെസ് എന്താണെന്നുള്ളത് അവൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഈ ഒരു കിച്ചണിൽ നിന്നാണ്. അവളുടെ ഷേപ്പ്, അവളുടെ ഫ്യൂച്ചർ എല്ലാതും ഈ കിച്ചണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന രീതിയിലാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് സ്റ്റാൻസയിൽ നമ്മുടെ കിച്ചൺ ഒരു ഗ്രേവ് യാർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വിത്ത് കോപ്സസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ടിൻ ഡിഷസ് സാക്സ് എന്ന രീതിയിൽ പറയുന്നുണ്ടല്ലേ. ആൻഡ് ഇവിടെ ഒരു കിച്ചണിൻ്റെ ഒരു കണ്ടീഷനാണ്, ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ നനഞ്ഞ വറകിൽ നിന്നിട്ടുണ്ടാകുന്ന ആ ഒരു പുകപടലങ്ങൾ അല്ലേ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഈ രണ്ട് സ്റ്റാൻസിയിൽ നമുക്ക് ഒന്നുകൂടി നമ്മളോട്ട് തന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. എഗെയിൻ നമ്മുടെ പോയിറ്റ് വീണ്ടും വീണ്ടും ഈ ഒരു കിച്ചണിൽ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥയെ എങ്ങനെ ഓരോ ക്യാരക്ടറിലൂടെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇവിടെ മദർ എന്ന് പറയുന്നത് ഫ്ലോട്ട്സ് ലൈക്ക് എ സ്പിരിറ്റ്, ഒരു ആത്മാവിനെ പോലെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണല്ലേ. ആൻഡ് ഫിയേഴ്സ് ഡിസ്പയർസ് സൈലൻസ് ലാക്കിംഗ് ദർ അല്ലേ. നമ്മുടെ ഒരു ഫിയേഴ്സ്, ഭയം, ഒരു നിരാശ, നിശബ്ദത, ഇതൊക്കെ നമ്മുടെ ഈ ഒരു കിച്ചണിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്ത്രീയും അവരുടെ രാവിലെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിലാണ്. മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാവിലെ മുതൽ ഈ കിടക്കുന്ന നേരം വരെ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി പോലെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി കേട്ടിട്ടില്ല അല്ലേ. സോ ഇവരുടെ ഒരു കണ്ടീഷനാണ് ഇവിടെ ഈ പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അവളുടെ കണ്ണിൽ നിന്നാണ് കണ്ണുനീര് വരുന്നുണ്ട് അല്ലേ. സോ ഇതിൽ നിന്നും അവരുടെ ലൈഫിനോട് ഉള്ള ഒരു അൺസാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് കൈകൾ മുറിഞ്ഞിട്ടുണ്ട്, ദിനം പ്രതി അവരെന്നും എന്താണ് ഈ പാത്രങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഷി ഡസ് നോട്ട് ഹാവ് ഹാൻഡ്സ് എനിമോർ അല്ലേ. സോ ഈ ഒരു ലൈനോട് കൂടിയാണ് ആ സ്റ്റാൻസ എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിലും വീണ്ടും എന്താണ് ഓരോ ഇമേജസ് കൊടുത്തിട്ട് എന്താണ് പോയിട്ട് ഒന്നുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ വുമൻ്റെ കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ. സംടൈംസ് ഷീ ലുക്സ് ലൈക്ക് എ ഫ്ലെയിമിങ് ഓവൻ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻസയിൽ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഫീമെയിൽ കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ. റെസ്റ്റ്ലെസ് ആണ് അല്ലേ, അവളെന്താണ് ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ രണ്ടിൽ കൂട്ടിമുട്ടിക്കുന്നത്, അവിടെ ഫ്രസ്ട്രേഷനാണ് അവിടെ തീർക്കുന്നത് അല്ലേ. സോ അവർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ഇതൊക്കെ അവർ ഈ ഒരു കിച്ചണിൻ്റെ ഉള്ളിൽ, ഈ 4 ചുമര്, കിച്ചൺ എന്ന ഈ 4 ചുമരുകൾക്കുള്ളിലാണ് അവർ തീർക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റാൻസിയിലെ ഫീമെയിൽ ജീനിനെയാണ് അവിടെ പരിഹസിക്കപ്പെടുന്നുള്ളത്. എല്ലാതും സാധിക്കും ഇതുകൊണ്ട് എന്ന രീതിയിലൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ആൻഡ് നോൺ കംസ് ദിസ് വേ എക്സെപ്റ്റ് ടു ഈറ്റ്, കഴിക്കാനല്ലാതെ ആരും ഈ പരിസരത്തേക്ക് വരില്ല കേട്ടോ. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസിയിൽ പറയുന്നത് മൈ മദർ ഈസ് എംബ്രേസ് ഓഫ് ദിസ് കിച്ചൺ എംപയർ, എൻ്റെ അമ്മയാണ് ഈ അടുക്കള സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി എന്ന രീതിയിൽ. സോ അവരാണ് എല്ലാതും എന്ന രീതിയിൽ പറയുമ്പോൾ കിച്ചൺ ആർക്ക് വേണ്ടിയാണ്? വുമണിന് വേണ്ടിയ മാത്രമാണ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബട്ട് ദ നെയിം ഓൺ പോട്ട്സ് ആൻഡ് പാൻസ് ഈസ് മൈ ഫാദേഴ്സ്. സോ പക്ഷേ ഇവിടുത്തെ ഓരോ ഉപകരണങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഫാദറിൻ്റെ ഉടമസ്ഥതയിലാണ്, അല്ലെങ്കിൽ ഫാദറിന് അവകാശപ്പെട്ട രീതിയിൽ പറയുന്നത്. സോ ഇവിടെയുള്ള ഒരു ലൈക്ക് കൈൻഡ് ഓഫ് സ്ലേവ് എന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ എന്താണ് മദർ മാറുന്നത് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസിയിൽ മോഡേണിസത്തിനെയാണ് കേട്ടോ പോർട്രേറ്റ് ചെയ്യുന്നത്. സോ മോഡേൺ യുഗത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ ഒരു ഇന്നോവേഷൻ കാരണങ്ങൾ എല്ലാ സാധനങ്ങളും, എല്ലാ കിച്ചൺ ഉപകരണങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവിടെ ലാസ്റ്റ് ലൈന് പറയുന്നത് സ്റ്റിൽ ദ നെയിം ഓൺ എവറിത്തിങ് ഈസ് മൈ ഹസ്ബൻഡ്. സോ ഇവിടെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അവിടുത്തെ ലൈക്ക് പണ്ടത്തെ അടുപ്പിന് പകരം ഇവിടെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട്. ബട്ട് ഇവിടെ ഇപ്പോഴും മാറാത്ത എന്താണ് ഒരു കൈൻഡ് ഓഫ് ഓണർഷിപ്പാണ് ഇപ്പോഴും മാറാത്ത രീതിയിലാണ് ഈ ഒരു സ്റ്റാൻസിയിൽ പറയുന്നത് കേട്ടോ. സോ സിമ്പിൾ ആയതുകൊണ്ടാണ് അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് പ്രൊവൈഡ് ചെയ്യാത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസിയിൽ പറയുന്നത് എൻ്റെ കിച്ചൺ ഉണരുന്നത് എങ്ങനെയാണ്, ഈ പ്രഷർ കുക്കറിൻ്റെ അതേപോലെ ഗ്രൈൻഡറിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാണ് എൻ്റെ കിച്ചൺ ഉണരുന്നതെന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആൻഡ് മോഡേൺ കിച്ചണിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ലൈക്ക് വൈസ് സെയിം ആണല്ലേ. അതിലിപ്പോൾ ഉപകരണങ്ങളും കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയി ഉള്ളതേ ഉള്ളൂ. പക്ഷേ വുമൺ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് സ്റ്റിൽ അവിടെ ഉണ്ട് അല്ലേ.
ഓക്കെ. അതാണ് അവിടെ പറയുന്നത്. മൈ കിച്ചൺ ഈസ് ലൈക്ക് എ വർക്ക്ഷോപ്പ്. ഒരു വർക്ക്ഷോപ്പ് പോലെയാണ്. അതേപോലെ നമ്മുടെ ഈ ഇറച്ചിക്കട പോലെയൊക്കെ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ വർക്കിന് ഒരു വർക്ക് ലോഡിൽ ഒരു വേരിയേഷനും ഇല്ല. നമ്മൾ ഈ പഴയതിൽ നിന്നും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലെത്തുമ്പോൾ പോലും വുമൻ്റെ വർക്ക് ലോഡിൽ ഒരു കുറവില്ല എന്ന രീതിയിലാണ് ആ സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റാൻസയിൽ നമ്മുടെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വുമൻ്റെ കണ്ടീഷനാണല്ലേ. എന്നും അവർ വർക്ക് ചെയ്യുകയാണല്ലേ. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവർ നാളെയും ചെയ്യുന്നു, നാളെ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റന്നാൾ ചെയ്യും. എന്നും ഒരേ വർക്ക് തന്നെ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു മടുപ്പ് അവർക്ക് വരുന്നില്ല. മടുപ്പ് വന്നാൽ പോലും ആരാണ് അവരെ വർക്ക് ചെയ്യുക? ആരുമില്ല അല്ലേ. ആൻഡ് കുക്കിംഗ് ആൻഡ് സെർവിങ്, സ്ക്രബിങ് ആൻഡ് വാഷിംഗ് അല്ലേ. ആ ഒരു റെപ്പിറ്റേഷനിലൂടെ കൺവേ ചെയ്യുന്നത് അവരുടെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള വർക്കിനെയാണ് അവിടെ പോർട്രേ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അവിടെ ഡ്രീം പറയുന്നുണ്ട് അല്ലേ. ദർ ഇസ് കിച്ചൺ ഇൻ മൈ ഡ്രീംസ്, ദ സ്മെൽ ഓഫ് സ്പൈസസ് ഈവൻ ഇൻ ദ ജാസ്മിൻ, ഡാം ദിസ് കിച്ചൺ. സോ അവിടെ ഒരു കമ്പാരിസൺ പോകുന്നുണ്ടല്ലേ. അവളുടെ ഒരു ലൈക്ക് ഡ്രീമിലുള്ളൊരു കിച്ചണും അതേപോലെ ഇപ്പോൾ ഉള്ളൊരു കിച്ചണിനെ കുറിച്ചൊരു കമ്പാരിസൺ അവിടെ പോകുന്നുണ്ട് കേട്ടോ. സോ അതാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ഇനിയുള്ള സ്റ്റാൻസയിലാണ് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ വുമൻ്റെ കണ്ടീഷൻ എന്താണ് മറ്റുള്ളവരിലേക്ക് പകർന്നു തരികയാണല്ലേ. ഇൻ ഹ്യൂമൻ ഇറ്റ് സാക്സ് അവർ ബ്ലഡ്, റോബ്സ് എസ് ഓഫ് ഹോപ്സ് ആൻഡ് ഡ്രീംസ്, എ ഡെമൺ, എ വൾച്ചർ ഈറ്റിംഗ് ഇൻ ടു ആസ് ബിറ്റ് ബൈ ബിറ്റ് ഓൾ ഓൾഡ് ലൈഫ്സ്. കിച്ചൺ കൾച്ചർ, കിച്ചൺ ടോക്ക് റിഡ്യൂസ് ടു കിച്ചൺ മെയ്ഡ്സ് ആൻഡ് കുക്സ്. സോ മനുഷ്യരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്തം എന്താണ് അവർ വലിച്ചെടുക്കുകയാണ്. അതേപോലെ ഹോപ്സും ഡ്രീംസും എന്താണ് ഡ്രീംസൊക്കെ എന്താണ് കവർന്നെടുക്കുകയാണ്. ലൈക്ക് ഒരു ഡെമനെ പോലെ ഒരു വെൾച്ചറിനെ പോലെയാണ് അല്ലേ. ആൻഡ് അത് നമ്മെ എല്ലാവരും എന്താണ് അല്ലെങ്കിൽ ജീവിതങ്ങളെ എന്താ കടിച്ചു തിന്നെയാണ്. ആൻഡ് അടുക്കളയിലെ ഒരു കൾച്ചർ, അടുക്കളയിലുള്ള സംസാരം, അടുക്കള വേലക്കാരി എല്ലാതും എന്താണ് ഒതുങ്ങി കൂടുകയാണല്ലേ. ഒരു 4 ചുമരുകൾക്കുള്ളിൽ എല്ലാവരും എന്താണ് ഒതുങ്ങിക്കൂടുക എന്ന രീതിയിലാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ഇനിയുള്ള സ്റ്റാൻസയിൽ പറയുന്നത് അതിൽ നിന്നുള്ളൊരു എസ്കേപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്ന രീതിയിലാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ലെറ്റ് സ്മാഷ് ദിസ് കിച്ചൺ ഫോർ മേക്കിംഗ് ലാറ്റിൽ വീൽഡിങ് അവർ ഡ്യൂട്ടി, നോ മോർ നെയിംസ് ഓൺ കിച്ചൺ തിങ്സ്, ലെറ്റ്സ് അപ്രൂവ് ദിസ് സെപ്പറേറ്റ് സ്റ്റവ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുക്കള പൊളിച്ചെടുക്കാം. ആൻഡ് അടുക്കള കാര്യങ്ങൾ ഇനി പേരില്ല. ലൈക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി വേണം എന്ന് വെച്ചാൽ വുമൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മെനിനും ചെയ്തുകൂടാ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് അപ്രൂവ് ദിസ് സെപ്പറേറ്റ് സ്റ്റൗസ് എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് അവർ ചിൽഡ്രൻ ആർ എബൌട്ട് ടു എൻ്റർ ദിസ് ലോൺലി കിച്ചൺ, കം ഫോർ ദർ സേക്ക് ലെറ്റ്സ് ഡിമോളിഷ് ദിസ് കിച്ചൺ നൗ. ഈ ഒരു സ്റ്റാൻസയിലൂടെ വിമല മറ്റ് ഫീമെയിൽ ക്യാരക്ടറിനെ പോലെ തൻ്റേതായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അറിയിക്കുന്നത് അല്ലേ. സോ നമുക്കുണ്ടായ ഒരു സിറ്റുവേഷന് മറ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന ജനറേഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ അടുക്കള പൊളിച്ചെടുക്കാം എന്ന രീതിയിലാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. സോ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയമാണ്, ബട്ട് കുറച്ച് ലെങ്ത് ആണ് അല്ലേ. സോ ഞാൻ മാക്സിമം ഇത് ഷോർട്ടൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.